അത് സക്സസ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുതിര കറുത്ത കുതിരയല്ല, എൻ്റെ വെളുത്ത കുതിരയായിരുന്നു എന്ന് പറയുന്ന ഇഷ്യൂ. അതുപോലത്തെ ഒരു ഇഷ്യൂ ആണ്. എൻ്റെ വയറ്റിൽ എന്തോ ഉണ്ടെന്ന് ചേട്ടൻ പറയണം. ആ വയറ്റിലുള്ള സാധനത്തിനെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും. സർവ്വസാധാരണക്കാർക്കും പറ്റുന്നതാണ് റേക്കി ചികിത്സ പഠിക്കൽ. ഓരോ നിമിഷവും ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ ആധ്യാത്മികത. ഓരോ മാസ്റ്റർമാർക്കും അവരവരുടെ കയ്യിലിരിക്കുന്ന അവരവരുടെ പൂർവ്വ നിശ്ചയം അനുസരിച്ചിട്ട്, അവരവരുടെ പൂർവ്വ ജന്മാർജിത ശക്തികളനുസരിച്ചിട്ട് അവരിൽ ചിലതും കൂടി പുതുത് തന്നെത്താൻ ഉണ്ടായി വരും. ആ ഉണ്ടായി വരണതിന് അവർ പുതിയ രീതിയിൽ പുതിയ പേരിട്ട് അവർക്കതിൽ നല്ല സിദ്ധി ഉണ്ടാവും. ഗുരുവിനോട് വേണ്ട വിധേയത്വം ഈ വിദ്യയിൽ ആവശ്യമില്ല. ഉറപ്പായിട്ടും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിദ്യയാണ് റേക്കിയുടെ വിദ്യ. വെറുതെ വാക്കുകൊണ്ട് സ്വതന്ത്ര വിദ്യയാണ്, ഗുരുവും ശിഷ്യനും തുല്യരാണെന്നൊന്നും പറയലല്ല. ഇതിൻ്റെ സാങ്കേതിക അവസ്ഥയിൽ തന്നെ ഇത് നീ എനിക്ക് തുല്യനായിരിക്കുന്നു, ഞാൻ നിന്നെ പ്രണമിക്കുന്നു. ഇന്നലെ ധരിച്ച ആൾ പറയുന്നു, എനിക്ക് എൻ്റെ 1.5 മാസം മുമ്പ് കഴിച്ച കടലക്കറിയെല്ലാം ഞാൻ ഛർദ്ദിച്ചു പോയി, ഞാൻ പാല് പോലെ എന്തൊക്കെയോ ഛർദ്ദിച്ചു പോകുന്നു, എനിക്ക് ചോക്ലേറ്റ് പോലത്തെ എന്താണ്ടൊക്കെയോ എൻ്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിച്ചു പോകുന്നു, ഇത് എന്തായിരിക്കും എന്ന് ചോദിച്ചു വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരിയിരിക്കട്ടെ, നിങ്ങളുടെ കൈവശ ദോഷം ഉണ്ടായിട്ടുണ്ടാവാം, ആ ദോഷങ്ങളെല്ലാം വെളിയിൽ പോണതാവാം. നമസ്തേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ള ഒരാൾ. അദ്ദേഹം എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. തൃപ്പൂണിത്തറ സ്വദേശിയാണ്. NG മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളൊക്കെ മുരളി മാഷ് എന്ന് വിളിക്കും. 2008 മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. സ്വാഗതം. നമസ്തേ. മുരളിച്ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു എനർജി ഹീലിങ്ങിലേക്ക് വന്നത്? ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ദുർഘട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ എനർജി ഹീലിംഗ് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ കസിന് ചെറിയ ഒരു ശാരീരിക ന്യൂനതകളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയി. പോട്ട ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് കിട്ടിയപ്പോഴത്തേക്കും ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിലാണ് വന്നുപെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായത്. ഒരു ജഗതിയുടെ വയറ്റിൽ കുതിര കയറിപ്പോയി, ആ കുതിരയെ ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കലി ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. അത് സക്സസ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുതിര കറുത്ത കുതിരയല്ല, എൻ്റെ വെളുത്ത കുതിരയായിരുന്നു എന്ന് പറയുന്ന ഇഷ്യൂ. അതുപോലത്തെ ഒരു ഇഷ്യൂ ആണ്. എൻ്റെ വയറ്റിൽ എന്തോ ഉണ്ടെന്ന് ചേട്ടൻ പറയണേ. ആ വയറ്റിലുള്ള സാധനത്തിനെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും. ഇങ്ങനെ ഉരുണ്ട് കയറി വരും. അദ്ദേഹം പറയണത് തന്നെയാണ്, ഉരുണ്ട് കളിക്കുകയാണ് അവിടെ കിടന്ന്. അത് ഉരുണ്ട് കയറി ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു. നമുക്ക് നോക്കുമ്പോൾ ഭയമായി പോകും. അദ്ദേഹത്തിൻ്റെ വെപ്രാളം കാണുമ്പോൾ നമുക്ക് ഭയമായി പോകും. ഇത് മാറാൻ പല പരിപാടികളും നോക്കിയതിൻ്റെ കൂട്ടത്തിലാണ് റേക്കി എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ റേക്കി മാസ്റ്റർ ആരാണ് അല്ലെങ്കിൽ റേക്കി ഹീലർ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ സോമൻചേട്ടൻ്റെ പേര് കേൾക്കുകയാണ്. സോമൻചേട്ടൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കൂ, അദ്ദേഹം വിചാരിച്ചാൽ ഇത് ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സോമൻചേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. എന്തായാലും അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അതുകൊണ്ടാണോ മാറിയെന്ന് പറയാൻ വയ്യ. എന്നാൽ പോലും ഒരു തുടക്കമായി. വളരെ പെട്ടെന്ന് ശമനം കിട്ടി. അതിൽ നിന്ന് പിന്നെ എന്തൊക്കെ മരുന്നൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് അത് തീർത്ത് സുഖമായി മാറിയത്. അപ്പോൾ വളരെ നോർമലായിപ്പോയി. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വളരെ നോർമലാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ആ സോമൻചേട്ടൻ്റെ അടുത്തുനിന്ന് ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ സോമൻചേട്ടനോട് ചോദിച്ചു, ഈ വിദ്യ എനിക്കൊക്കെ പഠിക്കാൻ പറ്റുമെന്ന്. പിന്നെന്താ, അതെല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഏറ്റവും എന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർവ്വസാധാരണക്കാർക്കും പറ്റുന്നതാണ് റേക്കി ചികിത്സ പഠിക്കൽ എന്നുള്ളൊരു അറിവാണ് എനിക്ക് അതിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോൾ സോമൻചേട്ടൻ ചോദിച്ചു, ഇനി എങ്ങനെയാണ് അത് പഠിക്കുക, എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങണേ ഉള്ളൂ. ഞാൻ പഠിച്ചു, ഞാനതിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തു, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ ക്ലാസ് നമുക്ക് തൃപ്പൂണിത്തറയിൽ ഞാൻ വച്ചിട്ടുണ്ട്. മുരളി പറ്റുവാണെങ്കിൽ അതിൻ്റെ ഓർഗനൈസറാവാൻ പറഞ്ഞു. അത് ആണ് എൻ്റെ ജീവിതത്തിലെ ഈ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിയാടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ കേൾക്കണ പോലെ ഇതിലേക്ക് വന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത് ആ ഒരു സംഭാഷണമാണ്. അതിന് അടുത്ത ആഴ്ചയിൽ നടക്കുന്ന ക്ലാസ്സിലേക്ക്
സോമൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ആളുകളെ തയ്യാറാക്കുകയും അതിന് വേണ്ടുന്ന ഒരു വീട് പ്രത്യേകം ചോദിച്ച് അവിടെ തയ്യാറാക്കുകയും സോമൻ ചേട്ടൻ്റെ കൂടെ കൂടി നിന്ന് ആ ക്ലാസ്സിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. എനിക്കും അതിൻ്റെ റേക്കിയുടെ ഇനിഷ്യേഷനും കിട്ടി. ഞാൻ അവിടെ നിന്ന് മുതൽ റേക്കിക്കാരനായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ഈ ഇത്രയും വർഷത്തെ ഇപ്പോൾ ഈ ഏതാണ്ട് 95 കിലോമീറ്റർ 99-ലാണ് ചേട്ടൻ ഈ പറയുന്ന കഥകളൊക്കെ. അതെ, ഏകദേശം 2000 മുതൽ ഇപ്പോൾ 2026 വരെ ആയപ്പം 26 വർഷമായി. ഈ 26 വർഷത്തെ റേക്കിയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു വാക്കുകൊണ്ടോ അല്ലെ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലെങ്കിലും ഇപ്പോൾ ഈ 2026 എത്തി നിൽക്കുമ്പം ഈ റേക്കി മാസ്റ്റർ ആയതിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആയി തീർന്നതിൽ ചേട്ടൻ എന്ത് തോന്നുന്നു? പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലായത്, നമുക്ക് അമിതമായിട്ടുള്ള ആവേശങ്ങളെല്ലാം ഇല്ലാണ്ടാവുകയാണ് ചെയ്യേണ്ടത്. ആളുകൾക്ക് സിദ്ധി വരണമെന്നും സിദ്ധിയെ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങളും, റേക്കി മാസ്റ്റർ ആയിരുന്നാൽ തന്നെയും അയാൾക്ക് എന്തൊക്കെയോ വലിയ വലിയ സിദ്ധികളുണ്ടെന്ന ആളുകളുടെ വിചാരം നമുക്കതില്ലാണ്ടിരിക്കുകയും നമുക്കങ്ങനെ നമ്മളൊരു സാധാരണക്കാരനായിട്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ ആധ്യാത്മികത. ഈ നിമിഷത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല, കഴിഞ്ഞ നിമിഷത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല, വരാൻ പോണ നിമിഷത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖാനുഭവം. നമുക്കെല്ലാം മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നി ആ സംഗതികളിലൂടെ നമ്മളങ്ങനെ കടന്നു പോയാൽ മതി എന്ന് കരുതുമ്പോൾ നമുക്ക് അടക്കമൊതുക്കം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എന്നാലും നമ്മൾ സാമൂഹ്യ ജീവി ആയതിൻ്റെ പേരിലുള്ള ദുഷിപ്പേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി നമ്മൾ ഹാപ്പി ആയിട്ടാണ് എനിക്ക് സ്വയം എന്നെക്കുറിച്ച് ഫീൽ ചെയ്തേക്കുന്നത്. ശരി. ഈ എല്ലാ വിദ്യകളുടെയും ഗുരുപരമ്പരയാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങ് നിൽക്കുന്ന ഈ ഗുരുപരമ്പരയുടെ ഒരു ലീനിയേജ് എങ്ങനെയാണ്? ഡോക്ടർ മിഖാവുസോയിൽ നിന്ന് തുടങ്ങിയാൽ എങ്ങനെയാണ് ഈ പരമ്പര വന്നിരിക്കുന്നത്? ഡോക്ടർ മിഖാവ് നമുക്ക് ആ പരമ്പരയുടെ പേര് ആദ്യം തന്നെ മാസ്റ്റർഷിപ്പ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മിഖാവ് സൂയി, അദ്ദേഹത്തിൽ നിന്ന് ചുജീരോ ഹയാഷി, അവരിൽ നിന്ന് ഹവായ തൊക്കാട്ടയുടെ കൊച്ചുമകളായിട്ടുള്ള ഫിലിസിലി ഫുറുമുട്ടോയുടെ ശിഷ്യയായിട്ടുള്ള ക്ലൗഡിയ ഹോച്ചുത്ത്, ഓസ്ട്രേലിയക്കാരിയാണ്. അവരിൽ നിന്നാണ് മൂവാറ്റുപുഴയിലെ മുഹമ്മദ് പുതുപ്പാടി മാഷിന് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വഴി മാസ്റ്റർഷിപ്പ് കിട്ടണത്. ഡിസ്റ്റൻ്റ് മാസ്റ്റർഷിപ്പ് ദീക്ഷയായിരുന്നു. കത്തയച്ചു, ഇന്ന ദിവസം തനിക്ക് മാസ്റ്റർഷിപ്പ് ദീക്ഷ തരാൻ പോകുന്നു. അത് സ്വീകരിച്ചാണ് ഈ കേരളത്തിലെ ആയിരക്കണക്കിന് റേക്കിയും പരമ്പര ഉണ്ടായത്. മുഹമ്മദ് പുതുപ്പാടി എന്ന് പറയുന്ന ആളിൽ നിന്നാണ് TR സോമശേഖരന് റേക്കിയുടെ ദീക്ഷ കിട്ടണത്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഏകദേശം എട്ടാമത്തെ ലീനിയേജ്. അപ്പോൾ ഞാൻ 9ാമത്തെയാണ്. അതെ. ഓക്കെ. അപ്പം ഇപ്പോൾ ഈ സായി റേക്കി, കരുണ റേക്കി, മറ്റ് പല സമ്പ്രദായത്തിലുള്ള റേക്കികൾ പലതും അവതരിച്ചു വന്നിട്ടുണ്ട്. പലതരം യന്ത്രങ്ങളോടുകൂടി, ഈ ബേസിക് ആയിട്ടുള്ള റേക്കിയിലെ യന്ത്രങ്ങളല്ലാതെ മറ്റ് പല യന്ത്രങ്ങളും പ്രയോഗിക്കുന്ന പല ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലീനിയേജുകളുടെ ഒരു ഓതൻറ്റിസിറ്റി, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അളക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ റേക്കി ഒരു കോമൺ ഫാക്ടറായിട്ട് എല്ലാവരോടും ഒപ്പം നിൽക്കും. ഓരോ മാസ്റ്റർമാർക്കും അവരവരുടെ കയ്യിലിരിക്കുന്ന അവരവരുടെ പൂർവ്വ നിശ്ചയം അനുസരിച്ചിട്ട്, അവരവരുടെ പൂർവ്വ ജന്മാർജിത ശക്തികളനുസരിച്ചിട്ട് അവരിൽ ചിലതും കൂടി തന്നെത്താനെ ഉണ്ടായി വരും. ആ ഉണ്ടായി വരുന്നതിന് അവർ പുതിയ രീതിയിൽ പുതിയ പേരിട്ട് അവർക്കതിൽ നല്ല സിദ്ധി ഉണ്ടാവും. അവർക്ക് അത് തന്നെ പകർന്നു കൊടുക്കാനുള്ള ശക്തിയും കിട്ടിയിട്ടുണ്ടാവും. ബേസിക്കായിട്ട് എല്ലാത്തിനും ദീക്ഷയുടെ ക്രമം റേക്കിയുടെ തന്നെ ആവാനാ വഴി. അതിലെന്ത് വേണമെന്ന് നമുക്ക് ചേർക്കാം. അപ്പം നമ്മൾ മണ്ണെണ്ണയിൽ കളർ ചേർത്ത് തരുന്ന പോലെ നമുക്ക് ഫ്ലേവർ മാറ്റി ചേർക്കാൻ പറ്റുന്ന പലതും ഉണ്ടല്ലേ. അതേപോലെ ആ പേരുകളെയൊക്കെ കണ്ടാൽ മതി. ബേസിക്കായിട്ട് എല്ലാം റേക്കി തന്നെയായിരിക്കും. മലയാള തന്ത്രിമാർ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സാധാരണ കുണ്ടലിനി വിദ്യകളെല്ലാം തന്നെയും താഴെ നിന്ന് മുകളിലേക്കും റേക്കി മുകളിൽ നിന്ന് താഴേക്കാണെന്നും പറയാറുണ്ട്. അതിനെപ്പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് ആ ക്രമത്തിനെ കുറിച്ചിട്ട് അത്ര ധാരണയില്ല. എന്തായാലും റേക്കിയുടെ ഫ്ലോ പറയുന്നത് ശാസ്ത്രാർത്ഥത്തിൽ നിന്ന് താഴേക്കാണെന്നും അനാഹതത്തിൽ വന്ന് കുമ്പിച്ചിട്ട് മണിപ്പൂരകത്തിലേക്ക് പോയി വീണ്ടും മണിപ്പൂരകത്തിന് അനാഹതത്തിൽ വന്നിട്ട് വീണ്ടും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് പൊതുവെ പറയാറ്. മറ്റു വിദ്യകളൊക്കെ തന്നെ അധോമൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ശാസ്ത്രാരം വരെ പോയിട്ട് തിരിച്ചു വന്ന അനാഹതത്തിൽ കുമ്പിച്ച് ഒഴുകുന്നതായിട്ടാണ് സങ്കല്പം.
അപ്പം ഇത് തിരിച്ചല്ല ഈ വിദ്യ, ഊർധ്വഗാമി വിദ്യയാണോ അതോ ഇത് അധോഗാമിയായിട്ടുള്ള വിദ്യയാണോ? ഒരു സംഗതി പറയട്ടെ. ഇത് പ്രാണൻ സർവ്വയിടവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞു. അതിനിനിയും നമ്മൾ സാങ്കേതിക അവസ്ഥയിൽ മാത്രമാണ് ഈ ചക്രങ്ങളെയൊക്കെ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇതിന് ഈ വഴിയൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ വെറുതെ സ്മരിക്കുന്ന മാത്രയിൽ ചക്രങ്ങൾ പോലും ബേസ് ചെയ്യാതെ, നമ്മളിൽ നിന്ന് പോലും അല്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് റേക്കിയ ഒരു സ്ഥലത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ക്രമമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. എവിടെ നിന്ന് എങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ ഒന്നും നമുക്കറിയേണ്ട ആവശ്യമേ ഇല്ല. പ്രാണൻ സർവത്ര വ്യാപിയായിട്ട് നിൽക്കുന്ന ഒന്നാണ്. പ്രാണനാണ് റേക്കി. അത് നമുക്ക് തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പരാശക്തിയാണ് റേക്കി. പൂർണ്ണ സ്വതന്ത്ര വിദ്യയാണ്. പൂർണ്ണ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അതിനോട് അവിടെ വരൂ എന്ന് പറഞ്ഞാൽ അവിടെ വരാൻ അതിന് ഏതെങ്കിലും ഒരു ഉപാധി ആശ്രയിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത വിദ്യ. ആവശ്യം പോലും ഇല്ല, ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. ശരി. റേക്കി വിദ്യയിലൂടെ അങ്ങേക്ക് റേക്കിയിലൂടെ ഹീൽ ചെയ്തതിനകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നിയ എക്സ്പീരിയൻസ് ഏതാണ്? അങ്ങനെ പറയാൻ എളുപ്പമല്ല. കാരണം പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അവർക്ക് ഹീൽ ചെയ്ത് അവർക്ക് സുഖപ്പെടുത്താൻ നമുക്ക് നമ്മൾ ചെയ്തെന്നല്ല, അവർക്കായിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും നമുക്ക് സന്തോഷം തരുന്ന വസ്തുതകളാണ്. അവനവൻ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഓർത്ത് വെച്ച് പറയാൻ എളുപ്പമല്ല രാജേഷ്. അത്രയും എക്സ്പീരിയൻസുകൾ കൂടെ നമ്മൾ കടന്നുപോയി. ഒന്നും ഓർത്തോളൂ, ഞാനൊന്നിൻ്റെയും ചരിത്രം ശേഖരിച്ച് വയ്ക്കുന്ന ആളല്ല. ചരയവേദി എന്ന് പറയും. നമ്മൾ മുമ്പോട്ട് പോവുക. ഈ പുറകിൽ കണ്ടതിലൊന്നും നമുക്ക് യാതൊരു ബാധ്യതയില്ല എന്ന് കരുതേണ്ട ഒരു വസ്തുതയിൽ കൂടെ പോയിട്ടുണ്ട് ഇതുവരെ. അതുകൊണ്ട് തന്നെ ഞാൻ യാദൃച്ഛികമായിട്ടാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞാൻ പഠിപ്പിച്ച ആളുകൾ എന്നോടൊപ്പം ഇന്നും എന്നോട് സമ്പർക്കത്തിലുള്ളത് പോലും. ബാക്കി ആളുകളെല്ലാം ഞാൻ സ്വതന്ത്രമായി പിരിച്ച് തന്നെയാണ് പോന്നിട്ടുള്ളത്. അവർക്ക് അവരുടേതായ രീതിയിൽ പോവാം. അവർക്ക് അവരുടേതായ ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ 100% സ്വതന്ത്രമായിട്ടുള്ള വിദ്യയാണ് റേക്കി. ദീക്ഷ കഴിഞ്ഞ് പിരിച്ചുവിടുന്നതോടുകൂടി നീ എന്നോടൊപ്പം തുല്യനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചുവിടുന്നത്. ഗുരുവിനോട് വേണ്ട വിധേയത്വം ഈ വിദ്യയിൽ ആവശ്യമില്ല. ഉറപ്പായിട്ടും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിദ്യയാണ് റേക്കിയുടെ വിദ്യ. വെറുതെ വാക്കുകൊണ്ട് സ്വതന്ത്ര വിദ്യയാണ്, ഗുരുവും ശിഷ്യനും തുല്യരാണെന്നൊന്നും പറയലല്ല. ഇതിൻ്റെ സാങ്കേതിക അവസ്ഥയിൽ തന്നെ ഇത് നീ എനിക്ക് തുല്യനായിരിക്കുന്നു, ഞാൻ നിന്നെ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചുവിടുന്നത്. ഓക്കെ. ഈ റേക്കി ഹീലിംഗിൽ അല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിലൂടെ ചേട്ടൻ കടന്നു പോയിട്ടുണ്ടോ? റേക്കി ഹീലിംഗിൽ നിന്ന് വന്നപ്പോഴാണ് പിന്നെ ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ മേഖലയിലേക്ക് പോയി. അത് ഈ പറഞ്ഞ ഒരു പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച രസം തന്ന പലതരം അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. ഒരു അമ്മ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഉള്ള ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഡിപ്രഷനിലായിട്ടിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അവരുടെ മക്കളെ ഞാൻ റേക്കി പഠിപ്പിച്ചു. അങ്ങനെ റേക്കി പഠിപ്പിച്ചതിന് ശേഷം അവർ പോകാൻ നേരത്താണ് പറയുന്നത്, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട്, അമ്മ നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ പോലും ഏറ്റെടുത്ത് നടത്തുന്നില്ല, 4 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ എനർജി നോക്കി അവർക്കൊരു ക്രിസ്റ്റൽ നിർദ്ദേശിച്ചു. ആ ക്രിസ്റ്റലിന് കേവലം 50 രൂപ വാങ്ങിച്ചിട്ട് അവർക്കൊരു ലോക്കറ്റ്, അമെത്തീസ്റ്റിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുത്തു വിട്ടു. 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടികളെ ഇവിടെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന ആ സ്ഥലത്തെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയാണ്, മാഷേ വലിയ അത്ഭുതം സംഭവിച്ചേക്കണം അവിടെ. ആ സ്ത്രീ നോർമലായേക്കണു, അവരുടെ ഡിപ്രഷൻ പൂർണ്ണമായിട്ടും ഭേദമായേക്കണു, അവരവരുടെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വന്നേക്കണു, അവർക്കുണ്ടായിരുന്ന ഷോപ്പൊക്കെ അവർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയേക്കണു ഇപ്പോൾ ഈ 4-5 ദിവസം കൊണ്ട് തന്നെ. അത് നമുക്ക് ഇത്രയും കാലം മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമുക്ക് ആ ഒരു 50 രൂപയുടെ ക്രിസ്റ്റൽ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു കവിഞ്ഞ സന്തോഷം അതിൽ തോന്നി. ഫ്രീക്വൻസിയുടെ വേരിയേഷൻ വരുത്തി വിടുന്നതാണോ അവരെ? ഇന്ന് നമുക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞു. നമ്മൾ വജ്രം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്റ്റോണ് ധാരാളം പേർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ രുദ്രാക്ഷം നോക്കുന്നതിനൊപ്പം തന്നെ ക്രിസ്റ്റലുകളും കൂടി നോക്കാറുണ്ട്. ഈ ആൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏത് രുദ്രാക്ഷം കൊടുക്കാം, ഏത് ക്രിസ്റ്റൽ കൊടുക്കാം എന്ന് രണ്ടും പരിശോധിക്കും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ചിട്ട് അവരുടെ പ്രത്യേക പ്രതിസന്ധികളെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നമുക്ക് കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഒരാൾക്ക് അമെത്തീസ്റ്റിൻ്റെ ലോക്കറ്റ് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈശ്വരാധീനവുമായി ബന്ധപ്പെട്ടോ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഇമോഷണൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു പ്രശ്നത്തിലാണെന്ന് നമുക്ക് പിടികിട്ടി. ജനറലായിട്ട് നമ്മൾ അവരുടെ എനർജി നോക്കിയപ്പോൾ നമുക്ക് കണ്ടതും
സ്പെസിഫിക് ആയിട്ട് നമ്മൾ കിട്ടുവാണ്. ഇത് ഇമോഷണലാണ് അല്ലെങ്കിൽ ഇത് സ്പിരിച്വലാണ്, ഇത് ഇന്നതാണെന്ന് നമുക്ക് കിട്ടി. അത് വേറൊരു സ്റ്റോണാണ് നമുക്ക് സെലക്ട് ആവണമെങ്കിൽ അതനുസരിച്ച് കഥ ആകെ മാറി. അങ്ങനെ നമുക്ക് കൂവജ്രം ധരിക്കേണ്ടി വരണോ എന്നൊരു ഇഷ്യൂ കണ്ടാൽ അവർക്ക് ബാധയുണ്ടെന്നോ കൂടോത്രം ഉണ്ടെന്നോ അതൊക്കെ ഉണ്ടെങ്കിൽ, ശത്രുദോഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇനി ഈവൻ നമ്മൾക്ക് വാക്കാലെ പറയാൻ പറ്റും, ഈ കൈവശദോഷമുള്ളവർ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചു വെച്ച ചില അഫർമേഷൻസ് നമ്മൾ തീരുമാനിച്ചു, ഞാൻ ഇത്ര വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ച ആൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്ന് അയാളുടെ അഫർമേഷൻ പാസ്സായില്ല, പിന്നെ അയാൾക്ക് കല്യാണം കഴിക്കാനേ പറ്റാണ്ടായി പോകും. ചില ആളുകൾ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളുണ്ടായാൽ മതി എന്ന് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനം എടുക്കും. സെൽഫ് അഫർമേഷൻ വെക്കുകയാണ്. പിന്നെ ഉണ്ടാവുകയില്ല. കാരണം എന്താ വെച്ചാൽ അവരെടുത്ത തീരുമാനത്തിന് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കണമെങ്കിൽ അവർക്ക് ആ പഴയ കാലത്തെ മൂഡിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അവരുടെ ആ അനുരാഗത്തിൻ്റെ മൂഡുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ ആ അനുരാഗത്തിൻ്റെ മൂഡിലേക്ക് അവരെ തിരിച്ചു കൊണ്ടേ വെച്ച് നിർത്തിയാൽ മാത്രമാണ് അവർക്ക് ഇതൊന്ന് പൊളിച്ചെഴുതാൻ പറ്റുള്ളൂ, അവർക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ പിന്നെ ഫുൾ ഫോർമാറ്റ് ചെയ്യണം. കമ്പനി സെറ്റിങ്സിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നമ്മൾ അവിടെ കൊണ്ടുവരണം. ആ പദ്ധതി ആയിരിക്കാം മന്ത്രവാദത്തിലൂടെയോ അല്ലെങ്കിൽ പൂജയുടെ അനുഭവത്തിലൂടെയോ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ചില സംഗതികളിലൂടെയോ, ഇനി ഈവൻ മെഡിസിൻ കൊടുത്ത് പോലും നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ക്രിസ്റ്റൽ കൊടുത്തിട്ട് ഞാൻ 1 മാസം മുമ്പ് കഴിച്ച 3 ദിവസമായില്ല ഞാൻ അയച്ചിട്ട്, കിട്ടിയിട്ട് ഇന്നലെ മുതൽ കിട്ടി. ഇന്നലെ ധരിച്ച ആൾ പറയണു, എനിക്ക് എൻ്റെ 1.5 മാസം മുമ്പ് കഴിച്ച കടലക്കറിയെല്ലാം ഞാൻ ഛർദ്ദിച്ചു പോയി, ഞാൻ പാല് പോലെ എന്തൊക്കെയോ ഛർദ്ദിച്ചു പോകുന്നു, എനിക്ക് ചോക്ലേറ്റ് പോലത്തെ എന്താണ്ടൊക്കെയോ എൻ്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിച്ചു പോകുന്നു, ഇത് എന്തായിരിക്കും എന്ന് ചോദിച്ചു വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി ഇരിക്കട്ടെ, നിങ്ങളുടെ കൈവശദോഷം ഉണ്ടായിട്ടുണ്ടാവാം, ആ ദോഷങ്ങളെല്ലാം വെളിയിൽ പോണതാവാം, അതെല്ലാം പോയി ക്ലെൻസ് ആവട്ടെ. അപകടമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് അപകടമൊന്നുമില്ല. സാധാരണ ഒരു ഛർദ്ദി വന്നാൽ തളർന്നു വീണുപോകണം, ഞാൻ ഉഷാറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്, എനിക്കൊരു പ്രശ്നവും തോന്നണില്ല. അതാണ് എനർജി ഹീലിങ്ങിൻ്റെ ക്രിസ്റ്റലുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്ഭുതകരം തന്നെയാണത്. ചെറിയ പൈസ കൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലി നോക്കുമ്പോൾ, ജനങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് വലിയ വലിയ പൈസകൾ മുടക്കേണ്ടി വരണില്ല.